ഹായ്. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്തൊക്കെയായിരുന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചുതരാം. നമ്മുടെ പ്ലംബിംഗ് ആൻഡ് വയറിംഗ് വർക്കിന്റെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ പേര് റിയാസ്. അപ്പൊ ഓക്കെ, ഞാൻ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒന്ന് കണ്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇവിടെയാണ് നമ്മുടെ ഷവർ ഏരിയ വരുന്നത്. ഇവിടെ റെയിൻ ഷവറാണ് വരുന്നത്. ഇവിടെ ഒരു 120 സെന്റിമീറ്റർ നീളത്തിലാണ് ഇവിടുത്തെ ഷവർ ഏരിയ വരുന്നത്. അവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ക്ലോസറ്റ് ഏരിയ ആണിത്. നമ്മുടെ കൺസീൽഡ് ഫ്ലഷാണ്. ഇവിടെ നമ്മൾ ടാങ്ക് വെക്കാണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചേക്കാണ്. ഇവിടെ നമ്മൾ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. വാഷ് ബേസിന്റെ വേസ്റ്റ് ലൈൻ ഈ ട്രാപ്പിലേക്ക് കയറ്റിയാണ്. ഒരു പ്രത്യേക കാര്യം ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന പറഞ്ഞാലുണ്ടല്ലോ, ഇവിടുത്തെ വാട്ടർ ലൈൻ ഞാൻ ഫ്ലോറിൽ കൂടെ ഇട്ടേക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കണ്ട ഈ ഒരു ഭാഗത്ത് ഭിത്തിയില്ല. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ വരും. അത് കൂടാതെ ഇവിടെ ഇവര് പറഞ്ഞേക്കുന്നത് ഇവിടെ UPVCയുടെ ഒരു വിൻഡോ ആണ് ഇവിടെ പറഞ്ഞേക്കണത്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലവർ വെക്കാന്നാണ് അവർ പറയണത്. അപ്പൊ നമുക്ക് ഫ്ലവേഴ്സിന്റെ ഒരു ഏരിയ ആയതുകൊണ്ട് ഇതുവഴി നമുക്ക് പൈപ്പ് വെട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഈ പൈപ്പ് ഇതേപോലെ നമ്മൾ UPVCയുടെ CPVCയുടെ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ നമ്മൾ വെറുതെ അല്ല ചെയ്തേക്കുന്നത്. നമ്മൾ അതിന്റെ കൂടെ ഒരു സ്ലീവായിട്ട് ഒരു 1 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഔട്ട് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു പരിപാടി ഞാൻ ഇന്ന് പറയാന്ന് പറഞ്ഞത്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ നമ്മളൊക്കെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കിട്ടാ അച്ഛാവരെ. അപ്പൊ ഓക്കെ എന്നാ ബൈ.